സാധാരണഗതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ഉണ്ടാകുക, അതിലൂടെ ഫാസ്റ്റ് ട്രെയിൻ പോവുക, നല്ല രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അതിന് മാത്രമാണല്ലോ നമ്മൾ ശ്രമിച്ചത്. അത് LDFന് പ്രത്യേക എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു എന്നതിലാണ് ഉദ്ദേശമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പായിക്കോട്ടെ. നമുക്ക് ലൈൻ വേണമെന്നല്ലേ ഉള്ളൂ. അതും ഞാൻ അവരോട് സംസാരിച്ചതാണ്. അത് ഇത് എന്തെങ്കിലും അതിനകത്ത് മറ്റു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് തടസ്സമില്ല. നിങ്ങൾ നടപ്പായിക്കോ, ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ഉദ്ദേശം. എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. ഒരു റീസണും പറഞ്ഞിട്ടില്ല. കാരണം ഈ ശ്രീധരൻ പറഞ്ഞ സമയത്ത് റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതെ, അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ. പക്ഷെ കാര്യം നടക്കില്ല എന്ന് മാത്രം. അശ്വിനി വൈഷ്ണവ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. പൊളിറ്റിക്സ് തന്നെയാണല്ലേ മാത്രം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്പീഡിൽ റെയിൽ ഓടുന്നുണ്ട്. നമ്മളും അത്തരമൊരു റെയിലാണ് ഈ കെ റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണഗതിയിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അതിന് അംഗീകാരം തരേണ്ടതാണ്. പക്ഷേ ഇവിടെ ചിലരതിനെ എതിർത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്. പിന്നെ മനസ്സിലായി അത് തുടരാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവിടെ തൽക്കാലം അവിടെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ശ്രീധരൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. ആ പ്രപ്പോസൽ ഇത് നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളെ പ്രപ്പോസലിൽ ചില വ്യത്യാസങ്ങൾ അതിനുണ്ട്. പക്ഷേ റെയിലല്ലേ, ഇത് ഈ പറയുന്ന തരത്തിൽ റെയിൽവേ വരട്ടെ എന്നൊരു ധാരണയാണ് നമ്മൾ നയിച്ചത്. ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്തെന്നറിയണം. അപ്പോൾ കേന്ദ്രമന്ത്രിയോട് തന്നെ ആ കാര്യം ബന്ധപ്പെട്ടു. എനിക്കന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഞങ്ങളെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം കൊണ്ടുതരും, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിയാതെ പിന്നെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് എത്തിച്ചു. ഒരു മറുപടി ഇപ്പോൾ ഇല്ല അതിനെപ്പറ്റി. ഒരു ഹൈ സ്പീഡ് റെയിൽ വേണം കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ നമ്മൾ സിൽവർ ലൈൻ നടപ്പാക്കിയ രീതിയിൽ ഒരു അവധാനത കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ. അല്ല, സിൽവർ ലൈൻ നടപ്പായിട്ടില്ല. അതിന്റെ കല്ലിടൽ മുതലുള്ള പ്രക്രിയ അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. ഇത് എന്താ നടപ്പായിട്ടുള്ളത്? നമ്മൾ സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പദ്ധതിക്ക് സ്ഥലം എടുക്കണ്ടേ? ആ സ്ഥലം എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇത് പദ്ധതി അംഗീകരിച്ചാലേ സ്ഥലം എടുക്കൂ. പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ കല്ലിടുന്നത്. പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണല്ലോ അത്. അപ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ വേണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ടെന്നുള്ളത് വെച്ചാൽ നമ്മുടെ നാടിനാണ് നഷ്ടം. ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വേണ്ട എന്നതാണോ? എന്താണെന്നറിയില്ല. ഇപ്പോൾ വേണ്ടെന്നാണ് ചിലരുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ എപ്പോഴാണ്? കാലം കടന്നു പോവില്ലേ? നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? ഈ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM ഈ GST നടപ്പാക്കിയപ്പോൾ ഇനീഷ്യലി ആദ്യം അതിൽ നിന്ന് കേരളത്തിന് ഗുണമുണ്ടാകുന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എന്താണ് GSTയെ കുറിച്ചും ഗ്രാൻഡ് എയ്ഡും GST കോമ്പൻസേഷൻ്റെ? അല്ല, GST ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞത് GST വരട്ടെ എന്നുള്ള ധാരണയിലല്ല. GST യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് നല്ല മെച്ചം കിട്ടാനിടയുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ അത്ര ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് അന്നേരം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എന്താ അധികാരമുള്ളത്? യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അത് രണ്ടും ഭരണകേന്ദ്രങ്ങളാണല്ലോ. സംസ്ഥാനത്തിന് ഇപ്പം നികുതി ചുമത്താൻ എവിടെയെങ്കിലും അധികാരമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വരുമാനം വല്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ സംസ്ഥാന അധികാരത്തിലുള്ള ചുരുക്കം വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. നമുക്ക് വരുമാന മാർഗം
തടഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രയാസം അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊട്ടേറെ പ്രശ്നങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GST ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിശോധനയിലും മറ്റും വേണ്ടത്ര ഗുണകരമായ അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് വരുന്നില്ല. ചില വിഹിതങ്ങൾ ഇപ്പോഴും കട്ട് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അഡീഷണൽ റിസോഴ്സ് കിട്ടാനായിട്ട് അധിക വിഭവ സമാഹരണത്തിന് മറ്റെന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ കിഫ്ബി നമ്മളന്ന് വളരെ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയതാണ്. ആ രീതിയിൽ, കാരണം കേന്ദ്രം ഞെരുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനത് നികുതി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്, മൊത്തം തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നല്ല മാറ്റമാണ് കേരളത്തിൽ ആ രംഗത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്കായിട്ടുള്ളത്. ഇത്തരം പ്രതികൂലാവസ്ഥയൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ പ്രയാസങ്ങളില്ലാതെ ചിലവുകളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുന്നത് ഈ ഒരു മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല മാറ്റം ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം നോക്കിയാൽ കേരളത്തിൻ്റെ ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. കേരളത്തിൻ്റെ പൊതുക്കടം കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവേ ഒരു ധാരണ പറയുന്നുണ്ട്. അതിലും യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കടവും വരുമാനവും തമ്മിൽ അനുപാതം നോക്കിയാൽ അതിൽ നല്ല കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും കുറയും എന്നുള്ളതാണ് അവസ്ഥ. കോവിഡിൻ്റെ ഘട്ടത്തിൽ പിന്നെ എല്ലാവരും പ്രയാസം അനുഭവിച്ചല്ലോ. അത് ആ ഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നല്ലതുപോലെ ആ അനുപാതം കുറഞ്ഞു വരികയാണ്. ഇനിയും കുറയുന്നുള്ള നിലയാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആ തരത്തിൽ തകരാറുള്ളതല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ടല്ലാലും സംസ്ഥാനത്തിൻ്റെ വരുമാനം വേണം, കേന്ദ്രം നൽകുന്ന പണമുണ്ട്, അതിനോടൊപ്പം വായ്പ എടുക്കേണ്ടതായിട്ടും വരും. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിലൊരു കുറവുമില്ല. സംസ്ഥാനം നിർവഹിക്കേണ്ട കാര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ കുറവ് വരുന്നില്ല. അത് നല്ല നിലയാണ്. ആ നില അതേ രീതിയിൽ തുടരുമ്പോൾ മറ്റത് രണ്ടും കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ പോകേണ്ടതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അത് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചെലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതിയുണ്ടായി. അതിലൊരു പിടിച്ചു വെക്കുന്ന നില വന്നു, കുറച്ച് താമസിപ്പിക്കുന്ന നില വന്നു. ചില കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്ന നില വന്നു, കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്ന നില വന്നു. ഇതൊക്കെ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റേ കാര്യത്തിൽ ഇപ്പോൾ ചെലവിടുന്ന നില നോക്കിയാൽ കഴിഞ്ഞ വർഷം നമ്മൾ 70% ചെലവ് സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത്. ഈ വർഷം അത് 75% ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം ചെലവ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, അവിടെ നല്ലതുപോലെ കേന്ദ്ര ഫണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ കുറവ് നമ്മൾക്ക് നേരിടേണ്ടി വരികയാണ്. കടമെടുക്കേണ്ട കാര്യത്തിലും അതിൻ്റെ അനുമതി വല്ലാതെ തടയുന്ന നില സ്വീകരിച്ചു പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രയാസം സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വരികയാണല്ലോ. അപ്പോൾ അത് അത്ര കണ്ട് അനുഭവപ്പെടാതിരിക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി. ഈ സാമ്പത്തിക ഞെരുക്കം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ പേ കമ്മീഷൻ നമ്മൾ മാത്രമാണ് 5 വർഷത്തിൽ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റും പലരും 10 വർഷം കൂടുമ്പോഴാണ്. പിന്നെ അതുപോലെ ഈ റിട്ടയർമെൻറ്റ് ഏജ് കൂട്ടുന്നതും കേരളത്തിലെ ആൾക്കാർ കൂടുതൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് 56, അതൊരു 60 വയസ്സ് 58, അതൊരു പൊളിറ്റിക്കൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല. അതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രായോഗികതയുടെ പ്രശ്നമാണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് സാധാരണ നിലക്ക് ആളുകൾ പിരിയുമ്പോൾ അവിടെ ജോലി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രശ്നം കാണുന്നില്ല നിങ്ങൾ? ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ 100 ആളാണ് ജോലിക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഒരാൾ വന്നാൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്ന തൊഴിലായി എന്നാണ്.
തൊഴിലുറപ്പായി എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ലിസ്റ്റിലുള്ള ചുരുക്കം പേർക്കല്ലേ കിട്ടും, അത്ര ആളുകൾക്കല്ലേ കിട്ടും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വല്ലാത്ത നിരാശയിലാകുകയാണ്. അപ്പോൾ ഇവരേത് ജോലിയാണ് കാക്കുന്നത്? ഇപ്പം നിങ്ങളീ പറഞ്ഞ 56കാരിയാണ്. അപ്പോൾ അങ്ങനെയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ തൊഴിലാഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലൊരു മാറ്റം വരുത്തുമ്പോൾ അത് അവരെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും. അതാണ് അതിലേക്ക് കടക്കാതിരിക്കുന്നത്. മറ്റിപ്പോൾ 60 അതിൽ കൂടുതലോ ഒക്കെ ആയാൽ ആളെ ശേഷി കുറഞ്ഞു പോകുന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പലയിടത്തും നല്ല പ്രായമുള്ളവർ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് പോകുന്നുണ്ടല്ലോ. പക്ഷേ സമൂഹത്തിൻ്റെ അവസ്ഥ വെച്ച് പ്രായോഗികത വെച്ചാൽ ഇപ്പം നമുക്കത് നടപ്പാക്കാൻ പ്രയാസമുണ്ട്. തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നല്ല തൊഴിൽ സാഹചര്യമൊക്കെ വർദ്ധിപ്പിച്ച് നല്ല നിലക്ക് തൊഴിലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ മാറ്റം വരുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആർക്കും അതിനൊരു പരാതി ഉണ്ടാവില്ല. അതിന് കുറച്ചൊക്കെ സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഭാവിയിൽ എങ്ങനെ ചെയ്യാനാകും പറ്റും? എല്ലാ ഭാവിയിൽ രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നു, അല്ല ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, അതിലേക്കൊക്കെ നമ്മളും പോകേണ്ടതായിട്ട് വരുമല്ലോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് കഴിയില്ല എന്ന് മാത്രം.